എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഈ കർക്കിടക മാസം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ സർവ്വ തടസ്സങ്ങളും മാറ്റി വായുവേഗത്തിൽ വെച്ചടി കയറ്റം നൽകാൻ സാക്ഷാൽ വായുപുത്രനായ ഹനുമാൻ സ്വാമിയുടെ അപൂർവമായ ഒരൊറ്റ വഴിപാട് മാത്രം മതി. മാറാത്ത കടബാധ്യതകൾ കൊണ്ടോ മക്കളുടെ പഠനത്തിൽ ജോലിയിലുള്ള തടസ്സങ്ങൾ ഓർത്തോ മനമുരുകി പ്രാർത്ഥിക്കുന്ന അമ്മമാർക്ക് അവരുടെ മുന്നിലേക്ക് ഭഗവാൻ നീട്ടിത്തന്ന ഒടുവിലത്തെ കച്ചി തുരുമ്പാണ് ഈ വഴിപാട്. ഇനി ഈ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, കുറച്ച് ദിവസം മാത്രം ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കർക്കിടം തീരുന്നതിന് മുൻപ് ഈ ഒരു തവണയെങ്കിലും നിങ്ങൾ വ്രതശുദ്ധിയോടെ നിങ്ങൾക്കിത് ചെയ്താൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഏതാണെന്നും അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. കുറച്ച് സൗണ്ടിന് പ്രശ്നമുണ്ട്, തൊണ്ടയ്ക്കൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഒരു വോയിസിന് ഒരു പ്രശ്നം. അത് നിങ്ങളെല്ലാവരും ക്ഷമിക്കണേ. ഇത് നമുക്ക് കർക്കിടക മാസത്തിൽ ചെയ്താൽ കൂടുതൽ പുണ്യം കിട്ടുകൊണ്ടാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് കർക്കിടക മാസം കഴിഞ്ഞ് ബാക്കി എല്ലാ മാസത്തിലും ചെയ്യാവുന്ന വഴിപാട് തന്നെയാണ്. പക്ഷേ ഈ കർക്കിടക മാസത്തിൽ ചെയ്താൽ ഇരട്ടി ഗുണമാണ് കേട്ടോ. അപ്പോൾ രാമായണ മാസമായി ഈ കർക്കിടക മാസം കഴിയാൻ ഇനി ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിനുള്ളിൽ നമ്മുടെ വീട്ടിലോ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലോ വെച്ച് വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന, എന്നാൽ 1000 പൂജകളുടെ ഫലം തരുന്ന ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രഹസ്യ വഴിപാടാണ്. മക്കളുടെ സങ്കടം മാറാനും ശനിദോഷങ്ങൾ അകന്ന കുടുംബത്തിലേക്ക് ഐശ്വര്യവും ധനവളർച്ചയും വന്നെത്താനൊക്കെ ഈ കർക്കിടകത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണിത്. സമയം ഇനി വൈകിക്കരുത്. ഇന്ന് തന്നെ നിങ്ങൾ പറ്റുമെന്ന് കേൾക്കുന്ന സമയം തന്നെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഈ വഴിപാടുകൾ ചെയ്യാൻ നോക്കുക കേട്ടോ. ശ്രീരാമനാമം മുഴങ്ങുന്നിടത്തെല്ലാം കൂപ്പുകൈകളോടെ ആനന്ദ കണ്ണീരോടെ ഓടിയെത്തുന്ന ഭക്തവത്സനാണ് ഹനുമാൻ സ്വാമി, ചിരഞ്ജീവിയായ ഭഗവാൻ. ഈ കലികാലത്ത് വിളിച്ചാൽ വിളി കേൾക്കുന്ന പ്രത്യക്ഷ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏത് വലിയ തടസ്സങ്ങളും ഒരു തണുത്ത കാറ്റായിട്ട് വന്നകറ്റാൻ ഈ ഭഗവാന്റെ ഒരു കടാക്ഷം മാത്രം മതി. സാധാരണയായിട്ട് ഹനുമാൻ സ്വാമിക്ക് നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ പല രീതിയിലുള്ള വഴിപാടുകൾ ചെയ്യാറുണ്ട്. വെറ്റിലമാല വഴിപാട് ചെയ്യാറുണ്ട്, വടമാലയൊക്കെ ചാർത്താറുണ്ട് അല്ലേ. എന്നാൽ രാമദൂതനായിട്ടുള്ള ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഗ്രഹിച്ച കാര്യങ്ങൾ ക്ഷിപ്രവേഗത്തിൽ സാധിച്ചു തരുന്ന ഒരു പ്രത്യേക വഴിപാടുണ്ട്. അതെന്താണെന്നും അത് എങ്ങനെ അർപ്പിക്കണമെന്നും വ്യക്തമായിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാം. നിങ്ങൾ ഉറപ്പായിട്ടും ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം വിചാരിച്ചിട്ട് നിങ്ങൾ ഈ വഴിപാട് ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും പരിശുദ്ധമായ മനസ്സോടെ പ്രാർത്ഥിച്ചാൽ ഒരു നല്ല തണുത്ത കാറ്റിൻ്റെ രൂപത്തിൽ ഭഗവാന്റെ സാന്നിധ്യം നമ്മളിലേക്ക് അനുഭവപ്പെടും. സ്വന്തം നെഞ്ച് പിളർന്ന് അതിനുള്ളിൽ ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും രൂപം കാണിച്ചു കൊടുത്ത അപാരമായിട്ടുള്ള ഗുരുഭക്തിയുടെ പ്രതീകമാണ് ഭഗവാൻ. ഉള്ളിൽ നിർമ്മലമായിട്ടുള്ള ഭക്തിയുള്ള ഏതൊരു ഭക്തൻ്റെ കൂടെയും ഭഗവാൻ ഒരു യോദ്ധാവിനെ പോലെ കാവലുണ്ടാകും. തന്നെയോ തൻ്റെ ഭക്തരെയോ ശനി ഭഗവാൻ ബുദ്ധിമുട്ടിക്കില്ല എന്ന് ശനിദേവൻ തന്നെ ഹനുമാൻ സ്വാമിക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. അതിൽ 7.5 ശനിയും കണ്ടകശനിയും അനുഭവിക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമാണ് ഹനുമാൻ സ്വാമിയുടെ ഭജനം. ഇനി ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആ വഴിപാടിനെ കുറിച്ച് ഞാൻ പറയാം. അതാണ് അവിൽ നിവേദ്യം. എന്തുകൊണ്ടാണ് അവിലിന് ഇത്ര പ്രാധാന്യം എന്നറിയാമോ? സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് നിൽക്കുന്ന വേളയിൽ ഹനുമാൻ സ്വാമിക്ക് വിശപ്പടക്കാൻ ശ്രീരാമചന്ദ്ര പ്രഭു സ്നേഹത്തോടെ കൊടുത്തുവിട്ട ഒരു പൊതി അവിലായിരുന്നു എന്നാണ് ഐതിഹ്യം. ആ അവിലിൻ്റെ ശക്തിയിലാണ് ഭഗവാൻ സമുദ്രം താണ്ടി സീതാദേവിയെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിൽ നിവേദ്യം ഹനുമാന്റെ മനസ്സിൽ എന്നും പ്രത്യേക സ്ഥാനമുള്ള വഴിപാടാണ്. എപ്പോൾ ചെയ്യണം ഈ വഴിപാടിന് ഏറ്റവും അനുയോജ്യമായ ദിവസം ഏതൊക്കെയാണെന്ന് അറിയാമോ? നമ്മൾ ചെയ്യേണ്ടത് ബുധനാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ കർക്കിടക മാസത്തിലെ ബുധനാഴ്ച ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ എല്ലാ മാസവും വരുന്ന, പ്രത്യേകിച്ച് മലയാളം മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയായി 30 ബുധനാഴ്ച ഉണ്ടല്ലോ, അത് ചെയ്യുന്നത് അതിവിശേഷമാണ്. മാസത്തിൽ ഒരു ബുധനാഴ്ചയോ അല്ലെങ്കിൽ സാധ്യമെങ്കിൽ എല്ലാ ബുധനാഴ്ചകളിലും ഇത് ചെയ്യാം. അടുത്തുള്ള ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീരാമചന്ദ്ര ക്ഷേത്രത്തിലോ ബുധനാഴ്ച ദിവസം നിങ്ങൾക്ക് അവിൽ നിവേദ്യം കഴിക്കാം. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിലെ പൂജാമുറിയിൽ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് വെച്ച് ഒരു ചെറിയ കിണ്ണത്തിൽ അല്പം അവിൽ നിവേദ്യമായി വെച്ച് മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം. പിന്നെ നമ്മൾ ഇത് ചെയ്യണ സമയത്ത് നല്ല ശുദ്ധമായിട്ടിരിക്കണം. കുളിച്ച് ശുദ്ധമായി നമ്മൾ പച്ചക്കറികൾ മാത്രം കഴിച്ചുകൊണ്ട് മാത്രം വ്രതം എടുത്തിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. നമ്മൾ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക്, അതായത് ആഗ്രഹിച്ച കാര്യങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ എന്നിവയൊക്കെ മാറി വേഗത്തിൽ നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കാനായിട്ട്, അതുപോലെ ശത്രുശമനവും സംരക്ഷണവും, അതായത് നമുക്ക് ഭയം, കണ്ണേറ്, നെഗറ്റീവ് ഊർജ്ജങ്ങളൊക്കെ എന്നിവയൊക്കെ മാറി നമുക്ക് പൂർണ്ണ സംരക്ഷണം ലഭിക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ കല്യാണം നടക്കാത്തവർക്ക്, കുട്ടികൾ പഠിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അവർ ജോലി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ഏതൊരു വലിയ പ്രതിസന്ധിയിലും ശ്രീരാമ എന്ന് സ്മരിച്ച് ഹനുമാൻ സ്വാമിയെ ധ്യാനിച്ചാൽ ഭഗവാൻ നമ്മുടെ തുണയ്ക്ക് എത്തുമെന്ന് തന്നെ പറയാം. അപ്പോൾ വരും ബുധനാഴ്ച
ബുധനാഴ്ച മുതൽ ഈ ലളിതമായിട്ടുള്ള അവിൽ നിവേദ്യം നിങ്ങൾ സമർപ്പിച്ച് ഭഗവാന്റെ കൃപയ്ക്ക് പ്രാപ്തരാകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് കഴിക്കേണ്ട ഒരു സമയം, അതായത് മാസം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കർക്കിടകത്തിൽ തീരാറായിട്ടുണ്ട്. കർക്കിടക മാസത്തിലും ചിങ്ങത്തിലും നമുക്ക് കന്നിയിലും നമുക്കിത് ചെയ്യാം. ഏതെങ്കിലും ഒരു ബുധനാഴ്ചയാണ് വഴിപാട് നടത്തുന്ന ഏറ്റവും വിശേഷം കേട്ടോ. അതിൽ തന്നെ 30 ബുധനാഴ്ച, അതായത് മാസത്തിൽ നമ്മളൊരു ബുധനാഴ്ച വല്ലോ, അത് തിരഞ്ഞെടുത്തിൽ നമുക്ക് ആ വഴിപാട് നടത്താം. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മക്കളുടെ കുടുംബാംഗങ്ങളുടെ പേരും നാളും നക്ഷത്രവും പറഞ്ഞ് വഴിപാട് കഴിക്കണം. കൂടുതൽ നമുക്ക് അവിൽ നിവേദ്യത്തോടൊപ്പം ഒരു വെറ്റിലമാലയോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഭഗവാന് നമുക്ക് വടമാല സമർപ്പിക്കാമല്ലോ. അപ്പോൾ എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാം. അതുപോലെ പൂജയ്ക്ക് ശേഷം ലഭിക്കുന്ന സിന്ദൂര പ്രസാദം ഒരു വെറ്റിലിൽ വാങ്ങി വീട്ടിലെ പൂജാമുറിയിൽ സൂക്ഷിക്കുക. മക്കളുടെ പഠനത്തിലും തൊഴിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്കായിട്ട് പുറപ്പെടുമ്പോൾ ഈ സിന്ദൂരം നെറ്റിയിൽ തൊട്ടുവിട്ട് കൊടുക്കുന്നതൊക്കെ തടസ്സങ്ങൾ മാറാനായിട്ട് നല്ലതാണ്. പിന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച്, അതായത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ബ്രഹ്മമുഹൂർത്തത്തിൽ കുളിച്ച് വ്രതശുദ്ധിയോടെ ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ചിട്ട് നമുക്ക് പൂജാമുറിയിൽ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ ചെറിയൊരു ചിരാതിൽ നെയ്വിളക്ക് തെളിയിക്കണം കേട്ടോ. അതായത് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നേ തന്നെ വെക്കണം. ഫോട്ടോ ഇല്ലെങ്കിൽ ഒരു ഫോട്ടോ നമ്മൾ പൂജാമുറിയിൽ മേടിച്ച് വെക്കുക. അപ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ അല്പം അവിലും പഴം, ശർക്കര എന്നിവ ചേർത്ത് ഭഗവാനെ നിവേദ്യമായിട്ട് വെച്ച് മനമൊരുകി തന്നെ പ്രാർത്ഥിക്കണം. പിന്നെ നമ്മൾ ഈ വഴിപാട് നടത്തുന്ന ദിവസങ്ങളിൽ വീട്ടിൽ പൂർണ്ണമായിട്ടും സസ്യഭക്ഷണം ഒഴിവാക്കിയിട്ട് സസ്യാഹാരം കഴിക്കുക, നോൺ വെജ് കറക്റ്റ് ഒഴിവാക്കിയിട്ട് നല്ല തികഞ്ഞ ബ്രഹ്മചാര ശുദ്ധിയോടെ ശരീരശുദ്ധിയൊക്കെ വേണം. എല്ലാ രീതിയിലും ശുദ്ധിയായിട്ടിരിക്കണം. അശുദ്ധിയോടെ ഈ പൂജകളൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ വൈകുന്നേരം വിളക്ക് കൊളുത്തിയ ശേഷം ഭഗവാന്റെ മൂലമന്ത്രം ചെല്ലാം. പിന്നെ കാര്യസിദ്ധി മന്ത്രമൊക്കെ ചൊല്ലുന്നത് നല്ലതാണ്. 108 തവണയെങ്കിലും നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാം. പിന്നെ ഹനുമാൻ ചാലീസ ചൊല്ലുന്നവർ അത് ചെയ്യുന്നതും നല്ലതാണ്. പിന്നെ അതുപോലെ നമ്മുടെ ധനവളർച്ചയ്ക്കും കഠിനമായ ശനിദോഷങ്ങളൊക്കെ മാറാനായിട്ട് ഇത് 108 തവണ ജപിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. ഈ വഴിപാട് പ്രധാനമായിട്ടും അമ്മമാർ സ്വന്തം മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് ചെയ്യുന്നത്. എന്നാൽ സ്വന്തം ജീവിതത്തിൽ നേരിട്ടോ അല്ലാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഏതൊരാൾക്കും ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. മക്കൾക്ക് വേണ്ടി, മക്കളുടെ പഠനത്തിൽ തടസ്സങ്ങൾ മാറാനും ഉന്നത വിജയത്തിനും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങി കരിയറിൽ ഉയർച്ച ഉണ്ടാകാനൊക്കെ നമുക്കിത് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ, അതായത് നമ്മളിപ്പോൾ ഈ വഴിപാട് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ പോകുന്ന സമയത്ത് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും അപൂർവമായിട്ടുള്ള മറ്റൊരു വഴിപാടാണ് തൈലാഭിഷേകം, തൈല വഴിപാട്. ഇതിൻ്റെ പ്രാധാന്യവും ചടങ്ങുമൊക്കെ ഞാൻ പറയാം. അതായത് രാവണനുമായിട്ടുള്ള യുദ്ധത്തിലും ലങ്കാദഹന വേളയിലും സഞ്ജീവനി പർവ്വതം ചുമന്നുകൊണ്ട് പോരുമ്പോഴും ഭഗവാൻ ഹനുമാന്റെ ശരീരത്തിൽ നിരവധി ക്ഷതങ്ങളും മുറിവുകളും പരിക്കുകളൊക്കെ ഏൽക്കുകയുണ്ടായി. ഇതിൻ്റെ വേദനവും ക്ഷീണവും അകറ്റാനായിട്ട് ശ്രീരാമസ്വാമിയും സീതാദേവിയും ചേർന്ന് വായുപുത്രൻ്റെ ശരീരത്തിൽ തൈലം പുരട്ടി തടവി കൊടുത്തു എന്നാണ് വിശ്വാസം. അതിനാൽ ഭഗവാന് തൈലാഭിഷേകം നടത്തുന്നതിലൂടെ അവിടുത്തെ മനസ്സും ശരീരവും ശാന്തമാകുകയും ഭക്തരുടെ പ്രാർത്ഥനകൾക്ക് അതിവേഗം ഫലം നൽകുകയും ചെയ്യും. തൈലം വഴിപാടിൻ്റെ ഫലങ്ങൾ, അതായത് ശരീരവേദനയും രോഗദുരിതങ്ങളും മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ. വിട്ടുമാറാത്ത രോഗങ്ങൾ, വാദസംബന്ധമായ അസുഖങ്ങൾ, ശരീരവേദനകൾ എന്നിവ അനുഭവിക്കുന്നവർക്ക് ഈ വഴിപാട് വളരെ ഉത്തമമാണ്. അതുപോലെ ശനിദോഷത്തിൻ്റെ അതായത് ഏഴര ശനി, കണ്ടകശനി, അഷ്ടശനിയൊക്കെ അതിൻ്റെയൊക്കെ കാഠിന്യം കുറയ്ക്കാനായിട്ട് ഹനുമാൻ സ്വാമിക്ക് തൈലാഭിഷേകം നടത്തുന്നത് വളരെ പ്രയോജനകരമാണ്. മാനസമൃദ്ധവും ഭയവും മാറാനായിട്ട് നല്ലതാണ്. അതായത് ഭയം, ഡിപ്രഷൻ, മനസ്സമാധാനമില്ലായ്മ എന്നിവയൊക്കെ മാറി മനസ്സിന് ധൈര്യവും ശാന്തിയൊക്കെ ലഭിക്കുന്നതും നല്ലതാണ് ഈ ഒരു വഴിപാട്. ഹനുമാൻ സ്വാമി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പൂജാരി വഴി തൈലാഭിഷേകം വഴിപാടായിട്ട് കഴിക്കണം. അത് കഴിക്കുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് നമുക്കൊരു എണ്ണ തരും. അപ്പോൾ അതിനൊരു ചുവന്ന റെഡ് കളറിൻ്റെ തിരിയായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു തിരി വാങ്ങിച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച്, തൈലമാണ് എണ്ണയായിട്ട് പറയുന്നത്, തൈലത്തിനെയാണ് എണ്ണ എന്ന് പറയുന്നത്. ആ തൈലം നമ്മൾ ഒഴിച്ചതിന് ശേഷം നമ്മളൊരു റെഡ് കളറിൻ്റെ ചന്ദനത്തിരിയാണ് തരുന്നത്. അത് ആ എണ്ണയിൽ മുക്കിയിട്ട് നമ്മൾ ഭഗവാന്റെ നടയിൽ നിന്ന് കത്തിച്ചിട്ടാണ് നമ്മൾ ആ വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ പ്രധാനമായും എള്ളെണ്ണയോ അല്ലെങ്കിൽ പ്രത്യേക മൂലകൾ ചേർത്ത തൈലമാണ് നമുക്ക് ഇതിനായിട്ട് തരുന്നത്. അത് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ മാത്രം നടത്തുന്ന ഒരു വഴിപാടാണ്. അപ്പോൾ നിങ്ങൾ തൈലാഭിഷേകം വഴിപാട് നടത്തുന്ന ദിവസം വീട്ടിലെ പൂജാമുറിയിൽ എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് തെളിയിച്ച് ഹനുമാൻ സ്വാമിയെ ധ്യാനിച്ച് അന്നേ ദിവസം പ്രാർത്ഥിക്കണം. പിന്നെ അതുപോലെ തന്നെ വഴിപാട് കഴിക്കുന്ന ദിവസം പൂർണ്ണമായും സസ്യഭക്ഷണം കഴിക്കുകയും മനഃശുദ്ധി അതായത് ശരീരശുദ്ധിയൊക്കെ പാലിക്കണം കേട്ടോ. മക്കളുടെയോ കുടുംബങ്ങളുടെയൊക്കെ പേരും നാളും പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു തൈലം വഴിപാട് നടത്തേണ്ടത്. വ്രതശുദ്ധിയോടെ ഈ വഴിപാട് കഴിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. അപ്പോൾ നിങ്ങൾ ഈ ഒരു അവിൽ നിവേദ്യത്തിൻ്റെ വഴിപാട് നിങ്ങൾ കഴിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ തൈല വഴിപാട് നടത്താം കേട്ടോ. അത് ഏറ്റവും പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ തൈലമായിട്ടുള്ള വഴിപാട്.
നമ്മുടെ ജീവിതത്തിൽ ചിലവരുടെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കഠിനമായ ശനിദോഷ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ഒത്തിരി പേരുണ്ടല്ലേ. എന്നവർക്ക് സ്വന്തം പേരിലും ഈ വഴിപാട് കഴിക്കാവുന്നതാണ് കേട്ടോ. അതായത് ചിലപ്പോൾ നമ്മുടെ ചേട്ടനായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനായിരിക്കും, അവരൊക്കെ ജോലി സ്ഥലത്തേക്ക് ദൂരെ ആയിരിക്കും. അപ്പോൾ അവരുടെ പേരും നാളും നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഈ വഴിപാട് കഴിക്കാവുന്നതാണ്. നമുക്ക് ഇത് നമ്മുടെ വീട്ടിൽ ചെയ്യാം, അതുപോലെ അമ്പലത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. മക്കളുടെ ഉന്നതിയും കുടുംബത്തിലെ സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ മാറി വെച്ചടി കയറ്റം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഭക്തിയോടെ ചെയ്യാൻ പറ്റുന്നതാണിത്. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നേടിയെടുക്കാൻ ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതവും എന്നാൽ അതീവ ഫലപ്രദവുമായിട്ടുള്ള വഴിപാടുകളാണ് രാമനാമ ജപവും അവൽ നിവേദ്യവും തൈലാഭിഷേകവും. പൂർണ്ണ ഭക്തിയോടും വ്രതശുദ്ധിയോടും കൂടി നല്ല രീതിയിൽ മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ കുടുംബത്തിലെ സകല ദുരിതങ്ങളും കടബാധ്യതകളും മാറി മക്കളുടെ ജീവിതത്തിലും തൊഴിലിലും വെച്ചടി കയറ്റവും സർവ്വവിജയവും വായുവേഗത്തിൽ വന്നെത്തും എന്നതിൽ ഒരു സംശയമില്ല. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഭഗവാൻ ഹനുമാൻ സ്വാമിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളപ്പോൾ ഈ ഉറപ്പായിട്ടും കർക്കിടക മാസം തീരാനായിട്ട് നിങ്ങൾ കുറച്ച് ദിവസമേ ഉള്ളൂ, 2-3 ദിവസമേ ഉള്ളൂ. ഈ ദിവസത്തിനുള്ളിൽ നിങ്ങൾ പറ്റുന്ന പോലെ നിങ്ങൾക്ക് ഈ വഴിപാട് അമ്പലത്തിൽ പോയി ചെയ്യാം. അമ്പലത്തിൽ പോയി ചെയ്യാൻ സാധിക്കാത്തവർ വീട്ടിൽ അതിൻ്റേതായ രീതിയിൽ ചിട്ടയോടെ നമ്മൾ പറഞ്ഞ രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.